കോഴിക്കോട്ടാണെങ്കിൽ നമ്മൾ ഏത് ആഘോഷമാണെങ്കിലും ചെല്ലുന്നത് എവിടേക്കാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അവിടെ നമ്മുടെ ദീപക് മലയമ്മ നല്ല തലയെടുപ്പോടെ നിൽക്കുന്നുണ്ട്. ദീപക് മലയമ്മ, ഗുഡ് ഈവനിങ്. മിഠായി തെരുവിൽ എന്തായി വിഷുവിനുള്ള ഒരുക്കങ്ങൾ? വെരി ഗുഡ് ഈവനിങ്. മിഠായി തെരുവ് അക്ഷരാർത്ഥത്തിൽ ജനനിബിഡമായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അങ്ങനെ എളുപ്പത്തിലൊന്നും നടന്നു പോകാൻ കഴിയാത്ത തരത്തിലേക്ക് തട്ടിയും മുട്ടിയും ഒക്കെ പോകാൻ പറ്റുള്ളൂ. ആ നിരക്ക് ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മലബാർകാരെ സംബന്ധിച്ച വിഷു, ഓണം, ഒപ്പം തന്നെ പെരുന്നാളൊക്കെ എന്ന് പറഞ്ഞാൽ അത് അങ്ങ് ആഘോഷിച്ച് തിമർക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വെക്കേഷൻ കാലഘട്ടവും കൂടി ആയതുകൊണ്ട് ആ നിലയ്ക്ക് തന്നെയാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇതിനോടകം തന്നെ ആളുകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകിച്ച് വിഷുക്കോടി ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ തന്നെ വാങ്ങിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് മിഠായി തെരുവിനെ പ്രധാനമായും ആശ്രയിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. 3 വഴികളിലൂടെയാണ് നമുക്ക് ഇവിടേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. മിഠായി തെരുവിലേക്ക് പ്രധാനമായും എത്താൻ കഴിയുന്ന 3 വഴികൾ. ആ വഴികളിൽ 3 വഴികളും എത്തിച്ചേരുന്ന ഇടത്താണ് നമ്മളുള്ളത്. അവിടുത്തെ ഒരു ജനത്തിരക്ക് പ്രകടമാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ചില പ്രതികരണങ്ങളെ കൂടി ഈ ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് പോകാനും സാധിക്കുമെന്ന് കരുതുന്നു. കാരണം ആളുകളൊക്കെ തന്നെ ഒരു ആവശ്യത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. പടക്കം വാങ്ങുക, ഒപ്പം തന്നെ വിഷുവിന് വേണ്ടിയുള്ള മറ്റ് സാധന സാമഗ്രികൾ, അതിൽ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. അത് വലിയ രീതിയിലുള്ള സദ്യ. ദീപക് മലയമ്മ, ഇടയ്ക്ക് ചോദിക്കട്ടെ, ദീപക് മലയമ്മ, അമ്മയ്ക്ക്, പ്രിയപ്പെട്ട അമ്മയ്ക്ക് വിഷുക്കോടിയൊക്കെ വാങ്ങിയോ? ഞാനെല്ലാം വാങ്ങിച്ചു. ഞാനെല്ലാം സെറ്റായി കഴിഞ്ഞു. കാരണം ഇന്നിപ്പം വൈകിട്ട് 11 മണിയോട് കൂടിയാണല്ലോ ഇവിടുന്ന് ഇറങ്ങുക. ആ സമയമാകുമ്പോഴത്തേക്ക് പിന്നീട് കടകളൊന്നും അത്ര കണ്ട് സജീവതയിൽ ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനെല്ലാം ഇതിനു മുന്നേ തീർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കും. നമുക്കിവിടെ കുടുംബസമേതമാണ് ആളുകൾ എത്തിയിട്ടുള്ളത് കേട്ടോ സുജിയ. ഇങ്ങനെയാണല്ലോ ഈ ഒരു ആഘോഷമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുടുംബസമേതം വന്ന സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ച് പോവുക, അതിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കുക എന്നൊക്കെയുള്ളതാണ് ഏറ്റവും പരപ്രധാനം. അതുകൊണ്ട് ആ നിലയ്ക്ക് തന്നെയാണ് ആളുകളൊക്കെ എത്തിയിട്ടുള്ളത്. നമുക്ക് ചില പ്രതികരണങ്ങളെ ഇപ്പോൾ എല്ലാം വാങ്ങിച്ചോ? വിഷു ആഘോഷിക്കാനാണോ? എന്തൊക്കെയാ ഇത്തവണ വിഷുവിന് എന്തൊക്കെയാ പരിപാടികൾ? അടക്കം വാങ്ങിച്ചോ? അടക്കം വാങ്ങിച്ചില്ലേ? എങ്ങനെയുണ്ട് വിഷു ഒക്കെ? എന്റെ ആഘോഷമാണോ ഇത്തവണത്തെ ആഘോഷം? കുഴപ്പമില്ല, എല്ലാ പ്രാവശ്യം പോലെ തന്നെയാ. തവണത്തെയും പോലെ ഇത്തവണ ആഘോഷിക്കണേ. എന്തായാലും ആ തിരക്ക് അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധിയായ മനുഷ്യർ ഇങ്ങനെ ഇത്തവണത്തെ വിഷു ട്രെൻഡ് എന്താണ്? മിഠായി തെരുവിലാണല്ലോ ഏറ്റവും പുതിയ ഫാഷനൊക്കെ ഇറങ്ങുന്നത്. ഡ്രസ്സൊക്കെ വാങ്ങാനായിട്ട് വരുന്നവർ കൂടുതലായും വിഷു ദിവസം ഇടുന്നതിനായിട്ട് സാധാരണ സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഒക്കെയാണോ, അതോ ഏതെങ്കിലുമൊക്കെ ട്രെൻഡ് ഇറങ്ങിയിട്ടുണ്ടോ ഇത്തവണ? അക്ഷരാർത്ഥത്തിൽ അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാം. ഏതെങ്കിലും പുതിയ ട്രെൻഡ് അറിയാവുന്ന ഒരാളുടെ അടുത്തേക്ക് പോകാം. ദീപക് തുടരുക. ദീപക്